അല്ല, ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പം അതൊക്കെ നിർത്തിവെച്ചോ? ആ ക്രേസൊക്കെ അങ്ങ് മാറിയല്ലേ? ഈ ഒരു ചോദ്യമാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് ഞാനിങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൻ്റെയും യൂട്യൂബിൻ്റെയും വീഡിയോസിൻ്റെ ഒന്നും കാര്യമല്ല, പക്ഷേ അല്ലാതെ തന്നെ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത കുറച്ച് മാസങ്ങളാണ് കടന്നുപോയത്. പ്രൊഡക്റ്റീവ് അല്ല എന്ന് പറയുമ്പോൾ റേഡിയോയിലെ എല്ലാ പ്രോഗ്രാമുകളും നിർത്തിവെക്കേണ്ടി വന്നു, ജോലിക്ക് പോകാൻ കഴിയാതെ വന്നു. അങ്ങനെ കംപ്ലീറ്റ്ലി ഫിസിക്കലിയും മെൻ്റലിയും ഡിപ്രസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാലഘട്ടം കടന്നുപോയിരിക്കുകയാണ്. പക്ഷേ അതിനെല്ലാത്തിനും ഒരു സുഖമുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു ഘട്ടത്തിലോട്ട് ഞങ്ങൾ കിടക്കുകയാണ്. 4 വർഷത്തെ ഈ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഞങ്ങളിതേ ഒരു പാരൻസ് ആവാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ കുറഞ്ഞ മാസങ്ങളിലായിട്ട് ഒറ്റയ്ക്കായതിൻ്റെയും മാത്രമല്ല ഈ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്ന ആ ഒരു ജേണിയിലോട്ട് നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ അടുക്കുന്നതിൻ്റെയും ഭാഗമായിട്ട് ഒത്തിരി മെൻ്റലിയും ഫിസിക്കലിയും ആയിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നു. ഇത് എൻ്റെ മാത്രം കാര്യമല്ല കേട്ടോ, ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന എല്ലാവരുടെയും കാര്യമാണ്. UK-ൽ വന്നിട്ട് 3 വർഷമായെങ്കിലും ഇതുവരെ സ്വന്തമായിട്ടൊരു നല്ല പാർട്ടി നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പാർട്ടികളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടേതായിട്ടുള്ള ഒരു പാർട്ടി നടത്തുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നതാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സും കുറച്ച് റിലേറ്റീവ്സും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു ഇത് കേട്ടോ. ജെൻഡർ റിവീൽ പാർട്ടി. നമ്മുടെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ കുഞ്ഞിൻ്റെ ജെൻഡർ അറിയുന്ന 2 പേരെ ഈ ഒരു പാർട്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ നിതിൻ ചേട്ടനും നീതി ചേച്ചിയായിരുന്നു. ബാക്കി എല്ലാവരും വളരെ ക്യൂരിയസ് ആയിരുന്നു, ഇതറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരേക്കാളും ഉപരി ഞങ്ങൾ 2 പേരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. 5th മന്തിലെ അനോമലി സ്കാനിങ്ങിന് ഞങ്ങളുടെ കൂടെ നീതി ചേച്ചി വരികയാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് നേരിട്ട് ഈ കുഞ്ഞിൻ്റെ ജെൻഡർ ചോദിച്ച് മനസ്സിലാക്കിയത് നീതി ചേച്ചിയാണ്. ഇങ്ങനെ ഒരു പാർട്ടിയിൽ മിക്കവാറും കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്തതും നീതി ചേച്ചിയാണ്. അപ്പം ഫസ്റ്റ് താങ്ക്സ് പറയേണ്ടത് നീതി ചേച്ചിക്ക് തന്നെയാണ്. അപ്പം നമുക്ക് ഈ കേക്കും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നത് നമ്മുടെ സ്വന്തം അനഘ ചേച്ചിയാണ്. അപ്പം ഈ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ തുല്യമായിട്ടുള്ള ഒരു എഫേർട്ടാണെന്ന് പറയാം. അപ്പം താങ്ക്സ് ടു എവരി വൺ. നമുക്ക് ഇനി പാർട്ടിയിലേക്ക് പോയാലോ? പിന്നെ അങ്ങനെ ഞാൻ പറയില്ല, ഈ 3 മിനിറ്റ്സിന്റെ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഫുൾ വീഡിയോ നമുക്ക് അടുത്ത പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് വെയിറ്റ് ഫോർ പാർട്ട് 2. റിലീസ് ചെയ്യാൻ